എന്റെ പൊന്നു കൊച്ചെ, ഈ ടീനാന്ന് പറഞ്ഞവളാണെങ്കിലേ വെറും നുണച്ചിയാണെന്നേ. അത് ത്രേസ്യാമ്മച്ചി പറഞ്ഞ സത്യവാ. എനിക്ക് പലപ്പോഴായിട്ട് അത് തോന്നിയിട്ടുണ്ട്. മോക്കത് മനസ്സിലായി അല്ലയോ? പിന്നല്ലാതെ. എന്റെ പൊന്നു കൊച്ചെ, നമ്മൾ ഇത്രയും കാലം അയലോക്കക്കാരായിരുന്നിട്ട് നമുക്ക് ഇന്നേ വരെ ഒരു അടിയോ വഴക്കോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇവൾ അതേപോലെയാണോ മോളെ? ഒരിക്കലും അല്ല. ത്രേസ്യാമ്മച്ചി ഒരു പാവമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നേ. അതാ മോളെ ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്നേഹത്തോടെ ഇരുന്നാ മതി. ഈ ടീനയോടൊക്കെ പോവാൻ പറ. അല്ലേ മോളെ? അതെ അമ്മച്ചി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ. മീൻകറി വെക്കാനുണ്ട് കേട്ടോ. വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങും കേട്ടോ. ശരി മോളെ. ത്രേസ്യാമ്മച്ചി ശരിക്കും പറഞ്ഞ ഒരു പാവം അല്ലേ അമ്മേ? ആരാ തള്ളയോ? അവരാ ഈ നാട്ടിലെ ഏറ്റവും വലിയ നുണച്ചി. അപ്പൊ ത്രേസ്യാമ്മച്ചി ടീന ചേച്ചി നുണച്ചി എന്ന് പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ചല്ലോ. കൊച്ചെ, അവര് നമ്മുടെ വീട്ടിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോ നമ്മൾ അവരെ വെറുപ്പിക്കാതെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കണം. ഇനി ടീനയാ വന്ന് ഇതേപോലെ പറയുന്നെങ്കിൽ ടീനയെ വെറുപ്പിക്കാതെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് വിടണം. നമുക്ക് ഒരു വീട്ടുകാരെ വെറുപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഷെടാ, അമ്മയൊരു സംഭവം തന്നെ. എന്തൊക്കെ അടവുകളാ.